എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വാർത്താ ദിനം ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കി തുടങ്ങാം. 2 വർഷം നീണ്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അവസാനം. സമാധാന കരാറിൽ ഒപ്പുവെച്ച് ലോക നേതാക്കൾ. ഉച്ചകോടിയിൽ പങ്കെടുക്കാതെ ബെഞ്ചമിൻ നെതന്യാഹു. India is a great country with a very good friend of mine at the top, and he's just done a fantastic job. And I think that Pakistan and India are going to live very nicely together. ഇന്ത്യ അടുത്ത സുഹൃത്തെന്ന ഉച്ചകോടിയിൽ ട്രംപ്. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപ് എന്ന് ആവർത്തിച്ച് ഷഹബാസ് ഷെരീഫ്. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രകൾ ഇന്നു മുതൽ കാസർഗോഡ്, പാലക്കാട്, മൂവാറ്റുപുഴ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് തുടക്കം. മേഖലാ ജാഥകൾ 18-ന് പന്തളത്ത് സമ്മേളിക്കും. സ്വർണ്ണ കവർച്ച കേസിൽ FIR സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാത്തതിൽ ഗ്രൂപ്പിന് അതൃപ്തി. മെറിറ്റ് അട്ടിമറിച്ചുവെന്ന് വിമർശനം. ദേശീയ സെക്രട്ടറി സ്ഥാനം അബിൻ ഏറ്റെടുത്തേക്കില്ല. രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അബിൻ. നെന്മാറയിലെ സജിത കൊലപാതക കേസിൽ വിധി ഇന്ന്. പ്രതി ബോയൻ കോളനി സ്വദേശി ചെന്താമര. സജിതയെ കൊലപ്പെടുത്തിയത് 2019 ഓഗസ്റ്റ് 31-ന്. വിസ്തരിച്ചത് ചെന്താമരയുടെ ഭാര്യയും മക്കളും ഉൾപ്പെടെ 44 സാക്ഷികളെ. പ്രതി നിലവിൽ സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊന്ന കേസിൽ റിമാൻഡിൽ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുവാരാൻ ഇന്ത്യ. ജയം 58 റൺസ് അകലെ. ക്രീസിൽ സായി സുദർശനും KL രാഹുലും.